നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളിൽ പലരും ഗെയിമിങ്ങിനായോ സിനിമയ്ക്കായോ ബ്ലൂറേ പ്ലെയറുകൾ അല്ലെങ്കിൽ ഡിസ്കുകൾ ഉപയോഗിച്ച് കാണും. പഴയ CD DVDകളൊക്കെ അതിൽ പ്ലേ ചെയ്യാമെങ്കിലും ഹൈ സ്പീഡ് ഇൻ്റർനെറ്റും നെറ്റ്ഫ്ലിക്സ്, ആമസോൺ തുടങ്ങിയ സ്ട്രീമിംഗ് സർവീസുകളും ഉള്ള ഇന്നത്തെ കാലത്ത് അതിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് ഹോം തിയേറ്റർ സെറ്റപ്പൊക്കെ ഉള്ള ആൾക്കാർക്ക് സിനിമ കാണുക എന്നതായിരിക്കും. ഡോൾബി അറ്റ്മോസ്, DTSX പോലുള്ള വലിയ ഓഡിയോ ഫോർമാറ്റുകൾ കംപ്രസ് ചെയ്യാതെ തന്നെ നമുക്കതിൻ്റെ ഡാറ്റയെ ഡീകോഡ് ചെയ്യാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ ഒരു കാരണം. ക്ലൗഡ് സ്റ്റോറേജിൻ്റെ ഇക്കാലത്തെ ബ്ലൂറേ എന്ന വിഷയം തന്നെ എത്രത്തോളം പ്രസക്തമാണ് എന്നറിയില്ല. എങ്കിലും ടെക്നോളജി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തുടർന്നും കണ്ട് ബ്ലൂറേയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. വലിയ മീനുകൾ ചെറിയ മീനുകളെ വിഴുങ്ങും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ടെക്നോളജിയുടെ കാര്യവും. പുതിയ ഐറ്റംസ് വരുമ്പോൾ പഴയവ ഓട്ടോമാറ്റിക്കായി ഔട്ടാവും. പണ്ട് VCRകളും VHF കാസറ്റുകളും നാട്ടിലെ അത്യാവശ്യം പൈസ ഉള്ള പ്രമാണിമാരുടെ വീട്ടിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ചെറുപ്പത്തിൽ നാട്ടിലെ പ്രമുഖ ഗൾഫുകാരൻ്റെ വീട്ടിലെ തറയിലിരുന്ന് VCRൽ 20-ാം നൂറ്റാണ്ട് കണ്ട ആ സിനിമയുടെ ത്രില്ലൊന്നും പിന്നീട് വീട്ടിലെ 4K TVയിൽ അതിൻ്റെ രണ്ടാം പാർട്ടായ സാഗ റിലീസ് ജാക്കി കണ്ടപ്പോൾ തോന്നിയില്ല. എക്സ്ക്യൂസ് മീ, സാറിന്റെ പേര് പറഞ്ഞില്ല. സാഗർ ഏലിയാസ് ജാക്കി. ഇനി കാര്യത്തിലേക്ക് വരാം. വലിയ വലിപ്പമുള്ള VHF കാസറ്റുകളെ CDകൾ റീപ്ലേസ് ചെയ്തപ്പോൾ അതൊരു വൻ ഹിറ്റായി മാറി. VHFനെ അപേക്ഷിച്ച് സ്ലിമാണ്, ഒരേ സമയം MP3 പാട്ടുകൾ കേൾക്കാൻ വീഡിയോയും കാണാം. കൂടാതെ ലോക്കലായി അസംബിൾ ചെയ്ത CD പ്ലെയറുകളൊക്കെ സാധാരണക്കാരന് താങ്ങാവുന്ന വിലയ്ക്ക് ധാരാളമായി ലഭിക്കാൻ തുടങ്ങി. അതോടുകൂടി CD പ്ലെയർ VCRൻ്റെ അന്തകനായി മാറി എന്ന് പറയാം. മിക്ക സിനിമകളും 700 MBയുടെ 2 ഡിസ്കുകളിലായി വന്ന സമയത്താണ് DVD പ്ലെയറിൻ്റെ ഒറ്റ ഡിസ്ക് എന്ന അവതാരം. 700 MBക്ക് പകരം 4.7 GB സ്റ്റോറേജുള്ള DVD ഡിസ്കുകൾ വന്നപ്പോൾ 700 MB മാത്രം സ്റ്റോറേജുള്ള CDകൾക്കും CD പ്ലെയറുകൾക്കും അധികകാലം വേണ്ടി വന്നില്ല മാർക്കറ്റ് ഔട്ടാവാൻ വേണ്ടി. അതിലും മറ്റൊരു പ്രശ്നമുണ്ട്. ഒരു സിനിമയ്ക്ക് 2 മണിക്കൂറിൽ കൂടുതൽ ദൈർഘ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 DVDകൾ അല്ലെങ്കിൽ ഏകദേശം 9 GB സംഭരിക്കാൻ കഴിയുന്ന ഒരു ഡബിൾ ലെയർ DVD ആവശ്യമാണെന്ന് വന്നു. ഇത്തരത്തിൽ 17 GB വരെ മൾട്ടി ലെയർ DVDകൾ ലഭ്യമായി. ഇതിലും കൂടുതൽ ഡാറ്റ സ്റ്റോറേജ് ലഭിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ബ്ലൂറേ ഡിസ്ക് അസോസിയേഷൻ എന്ന പേരിൽ ഒരു കൂട്ടം കമ്പനികൾ ബ്ലൂറേ ഡിസ്ക് വികസിപ്പിച്ചെടുത്തു. പാനസോണിക്, പയനീർ, ഫിലിപ്സ്, തോംസൺ, LG ഇലക്ട്രോണിക്സ്, ഹിറ്റാച്ചി, ഷാർപ്പ്, സാംസങ് ഇലക്ട്രോണിക്സ്, സോണി എന്നീ 9 കമ്പനികൾ ചേർന്നാണ് 2002 മെയ് 20 ബ്ലൂറേ ഡിസ്ക് ഫൗണ്ടേഷൻ രൂപീകരിച്ചത്. സോണിയാണ് അവരുടെ ആദ്യത്തെ ബ്ലൂറേ ഡിസ്ക് മോഡലുകൾ വിപണിയിൽ എത്തിച്ചത്. 2003 ഏപ്രിലിൽ ഇത് ജപ്പാനിൽ വിതരണം ചെയ്തു തുടങ്ങി. ഒരു സ്റ്റാൻഡേർഡ് DVD 4.7 GB സ്റ്റോറേജ് കൊടുത്തിരുന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന സ്റ്റോറേജോടെ ബ്ലൂറേ ഡിസ്കുകൾ 25 GB മുതൽ 100 GB വരെ കൊടുക്കാം എന്നായി. സിംഗിൾ ലെയർ HD ബ്ലൂറേ ഡിസ്കിന് 25 GB ഡാറ്റയും ഡുവൽ ഡിസ്കിന് 50 GB വരെ ഡാറ്റയും സ്റ്റോർ ചെയ്യാൻ കഴിയുമെങ്കിലും പുതിയ 4K ഡുവൽ ട്രിപ്പിൾ ലെയർ ഡിസ്കുകളിൽ 100 GB വരെ ഡാറ്റ സംഭരിക്കാം. വലിയ സ്റ്റോറേജ് സ്പേസ് കിട്ടിയതോടുകൂടി നമുക്ക് കംപ്രസ് ചെയ്ത ഓഡിയോ ഫോർമാറ്റിന് പകരം നേരിട്ട് കംപ്രസ് ചെയ്യാത്ത 8 ചാനൽ ഓഡിയോയും 4K വീഡിയോ ഫോർമാറ്റുകളൊക്കെ പ്ലേ ചെയ്യാമെന്നായി. അതോടെ അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ നല്ലൊരു AV റിസീവർ വെച്ച് നമ്മുടെ വീട്ടിൽ തന്നെ സിനിമ തിയേറ്റർ പോലെ ഡോൾബി അറ്റ്മോസ്, DTSX തുടങ്ങിയവ അതിൻ്റെ ശരിയായ രീതിയിൽ തന്നെ കിട്ടി തുടങ്ങിയെന്ന് പറയാം. സോണി പ്രധാനമായും ഇത് ഉപയോഗപ്പെടുത്തിയത് അവരുടെ PlayStation ഗെയിമുകൾക്കാണ്. ഹൈ എൻഡ് ഗെയിമുകൾക്ക് ഒരുപാട് ഡാറ്റ സ്റ്റോറേജ് ആവശ്യമാണ്. തുടർന്ന് മെയിൻ കമ്പനികളായ സാംസങ്, LG, പയനീർ, സോണി തുടങ്ങി ഒരുവിധം എല്ലാ കമ്പനികളും ബ്ലൂറേ പ്ലെയറുകൾ ഇറക്കാൻ തുടങ്ങി. സാംസങ് ഈയിടെ പുതിയ മോഡൽ ബ്ലൂറേ പ്ലെയറുകൾ നിർത്തി. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ബ്ലൂറേ പ്ലെയർ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ബ്ലൂറേ സീഡുകളുടെ ഘടന നോക്കിയാൽ നിങ്ങൾക്കറിയാം, അതൊരു സാൻഡ്വിച്ച് പോലെയാണ്. ഒരു സൈഡ് അതിൻ്റെ പ്രിൻ്റ് ചെയ്ത ടൈറ്റിലും മറു സൈഡിൽ ഒരു പോളികാർബണേറ്റ് പ്രൊട്ടക്ഷനും ഉണ്ടായിരിക്കും. ഇതിനിടയിലുള്ള അലുമിനിയം ലെയറിലാണ് നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതും ബൈനറി രൂപത്തിൽ. ഇത് ഹൈ RPMൽ ഒരു ലേസറിന് മുന്നിൽ കറങ്ങുന്നു. സാധാരണ CD DVDകളെല്ലാം റെഡ് ലേസർ കൊണ്ട് റീഡ് ചെയ്യുമ്പോൾ ബ്ലൂറേകൾ ബ്ലൂ ലേസർ കൊണ്ടാണ് റീഡ് ചെയ്യുന്നത്. ബ്ലൂ ലൈറ്റിൻ്റെ തരംഗദൈർഘ്യം കുറവാണ്, അതുകൊണ്ട് തന്നെ അവയ്ക്ക് കുറച്ച് സ്പേസിൽ കൂടുതൽ ഡാറ്റ റീഡ് ചെയ്യാൻ കഴിയും. ബ്ലൂറേകൾ പ്രചാരം നേടിക്കഴിഞ്ഞപ്പോഴത്തേക്കും സിനിമകളെല്ലാം USB മെമ്മറി കാർഡിലേക്കെല്ലാം മാറിക്കഴിഞ്ഞിരുന്നു. അതിനുമപ്പുറം ഇപ്പോൾ ക്ലൗഡ് സ്റ്റോറേജിലേക്ക് മാറി. അതായത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത ഡാറ്റ യൂട്യൂബ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ വഴിയൊക്കെ സ്ട്രീമിംഗ് ചെയ്യാമെന്നായി. അതിനുള്ള ഡിവൈസുകളാണ് സ്ട്രീമിംഗ് പ്ലെയറുകൾ. അടുത്ത വീഡിയോയിൽ നമുക്ക് സ്ട്രീമിംഗ് പ്ലെയറുകൾ എന്താണെന്ന് നോക്കാം. അപ്രസക്തമായൊരു വിഷയമായിരുന്നിട്ട് കൂടി ഇത്രയും നേരം കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നമസ്കാരം.